ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ സ്കൂട്ടി വലിയിരിക്കുന്ന പോലെ ആക്കിത്തരാം. Cupid such a stupid fellow, that is what I thought. Making people fall in love, no other work or what. Got to know him better when you entered the plot. Thanks to his idea, you're my honey bunny. I'm your pumpkin pia, you're my honey bunny. Bole drink Gia, you're my honey bunny, toco. I'm your pumpkin, hello honey bunny. Hello. I'm your dumpling, hello honey bunny. Hello. Feeling something, hello honey bunny, toco. Drink, hello honey bunny. Hello. Feeling something, hello honey bunny. Hello. You're my pumpkin, hello honey bunny, toco. വളവ് തിരിഞ്ഞു വരും, ഡ്യൂട്ടി കറങ്ങി വരും, പട്ടി ഷോ ഇറക്കും കണ്ണാപ്പി, വിളക്കിലെടുത്തു വരും, വേല കാട്ടി വരും, കണ്ടു നിന്നു ഇത് കാന്താരി. വാടി വാവച്ചേ ഡ്യൂക്കിൽ പോവാം, വായോ ഏട്ടായി, ഡ്യൂവറ്റ് പാടാം, പോം 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 പോം. ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ആരും ചോദിക്കാത്ത ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ലൈൻ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, കാണിച്ചു തരാം. ഫോട്ടോ ആണോ കാണിക്കാവുന്നത്? ഫോട്ടോയാ? ഇത് കണ്ടോ, 1 2 3 4 5 6 7 ലൈൻ ഉണ്ട്, 7 എണ്ണം. കയ്യെ കുത്ത് കരിങ്കുത്ത ജീപ്പ് വെള്ളം താറാമൊക്കടെ കയ്യേലൊരു ബാങ്ക്, പരിപ്പ് കുത്തി പാച്ചോറാക്കി ഞാനുണ്ട്, സീതയുടെ അപ്പന്റെ പേരെന്താ? હાય બેબ. આવું કોઈ છોકરી છે તારા રૂમમાં? ફ્રેન્ડ છે. ફ્રેન્ડ કે પછી ગર્લફ્રેન્ડ? હે તો શું બોલે છે મમ્મી? અમે પ્રોજેક્ટ પર એક સાથે કામ કરીએ છીએ. તારી માં છું હા. ચલ દેખાડ કોણ છે, મારે જોવી છે. કમ સ્તુતિ. હાય આંટી, કેમ છો? એકદમ મજામાં. અવિનાશ આખો દિવસ તમારા વિશે વાત કરે છે. યુ વોન્ટ બિલીવ, બીકોઝ ઓફ હિઝ મમ્મી ટોક્સ જ હું તમને આટલી સારી રીતે ઓળખું છું. આવું તો હાવ ગાંડો જ છે. બીજું કઈ? પણ તમે બંને મુંબઈમાં એકદમ મજા કરજો.
હરજો ફરજો. આંટી અમે તો શું ફરવાના અહીંયા? અમારી અડધી લાઈફ તો ટ્રાફિક અને મેટ્રો કન્સ્ટ્રક્શનમાં જ પતી જશે. એકચ્યુઅલી મારે તો કચ્છ આવવું છે. હે એ આવું આવતા મહિને પપ્પાના મ્યુઝિયમનું ઉદ્ઘાટન છે. સ્તુતિ. असं नका बघू अहो येते मला लाज केला शृंगार आज घातलं असाच दिसते मी भारी जणू अक्षरा मी खास नखरेवाली कुठे निघाली घालून साडी लाल गुलाबी पागल करते तुझे मोरनीशी चाल गुलाबी साडी आणि लाली लाल लाल I'm changing, don't look. Scroll to another video, I'm changing here. Stop looking, I'm changing. Stop. 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 Officers, that's the guy. The peeping Tom, huh? நீ எப்பவுமே இப்படி லூஸ் மாதிரி பேசுவியா இல்ல இன்னைக்கு ஏதாவது ஸ்பெஷல் அகேஷனா? நான் எப்பவுமே அப்படிதான். நீ எப்பவுமே இப்படி லூஸ் மாதிரி பேசுவியா இல்ல இன்னைக்கு പുതിയൊരു കണക്കുണ്ട് ഇതില് ഇപ്പൊ കഴിഞ്ഞില്ലടാ നമ്മുടെ ഗോവ ട്രിപ്പ് അതിന്റെ ഫോട്ടോഗ്രാഫ്സ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെപ്പിച്ചതാ ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടാം എന്തടാ പുതിയൊരു കണക്കുണ്ട് പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ പറയുന്നത്. മഹീന്ദ്ര സൂപ്പർ ലീഗിൽ ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തി കാലിക്കറ്റ് FC ചാമ്പ്യന്മാരായപ്പോൾ സമ്മാനദാന ചടങ്ങിൽ ഒരു ഫുട്ബോൾ താരത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടിയതായി ബേസിൽ ജോസഫിന് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് എയറിലായിരുന്നു. കൈ നീട്ടിയ ബേസിലിനെ ശ്രദ്ധിക്കാതെ താരം അടുത്ത് നിന്ന് പൃഥ്വിരാജിനെ മാത്രം കൈ കൊടുത്ത് കടന്നുപോയപ്പോൾ ചമ്മി നിൽക്കുന്ന ബേസിലിന്റെ നിൽപ്പ് ട്രോളന്മാർക്ക് ആഘോഷമായി. അവരതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു സംഭവത്തോടാണ്. മുൻപൊരു സിനിമയുടെ പൂജാ ചടങ്ങിൽ പൂജാരി ആരതി നീട്ടിയപ്പോൾ തൊട്ടുവന്ദിക്കാൻ കൈനീട്ടി അതിനാവാതെ ചമ്മി നിന്ന ടൊവിനോയെ നോക്കി ചിരിച്ച ബേസിലിന് കിട്ടിയ മറുപടിയാണത്ര ഇത്. ഇതെല്ലാം പോരാനായിട്ട് നാഷണൽ ലെവലിൽ പാരയായിട്ട് സഞ്ജു സാംസൺ ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കൂടി ഇട്ടപ്പോൾ ശുഭം. എന്നാൽ എല്ലാ അപമാനങ്ങൾക്കും മറുപടിയായി ബേസിലിന്റെ പോസ്റ്റ് എത്തി. കപ്പ് നേടിയ കാലിക്കറ്റ് FC ബ്രാൻഡ് അംബാസിഡറായ ബേസിൽ വിജയത്തിന് ശേഷം വേദിയിലേക്ക് നടന്നു കയറുന്ന ഫോട്ടോയായിരുന്നു അത്. അതിന് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് കിട്ടി ഗൈസ് എന്നാണ്. കമന്റ് ബോക്സിൽ ടൊവിനോയുടെ അഭിനന്ദനം. കൺഗ്രാറ്റ്സ് പയ്യ, നെക്സ്റ്റ് ടൈം കൈ തരാൻ ഞാൻ വരാം വിത്ത് മലപ്പുറം MFC എന്ന് സഞ്ജുവും കമന്റ് ചെയ്തു. അതും പോരാനിട്ട് കമന്റ് ബോക്സ് മുഴുവനും ചമ്മി നിൽക്കുന്ന ബേസിലിന്റെ ജിഫ് ഇമേജ് കമന്റുകളുടെ അയ്യരുകളിയും. പൊട്ടനെ ചട്ടം ചതിച്ചാൽ ശരിയല്ല, നിന്റെ വാപ്പായും ശരിയല്ല. നീ എന്തിനാ ഒരു ബന്ധമില്ലാതെ എന്റെ വാപ്പ ഇതിൽ വലിച്ചിട്ടാ? എനിക്ക് വെറുതെ ഒക്കെ പോകുമ്പോ നിന്റെ വാപ്പ രണ്ട് ചീത്ത പറയണം. എന്നാ നിന്റെ വാപ്പയുടെ തേങ്ങ നിന്റെ വാപ്പാടെ ഔലോസ് പൊടി. പിന്നെ ഞാൻ പറഞ്ഞില്ല, പോർട്ടലും ചീറ്റിലും സ്പോട്ട് അല്ലെങ്കിൽ സ്പോട്ട് പ്ലസ് അല്ലെ റൈസ് തുടങ്ങിയ മോഡിലേക്കൊക്കെ മാറ്റിയിട്ട് എക്സോ സൗണ്ട് എന്ന് പറയുന്ന ഒരു രക്ഷയുമില്ല. സുരേഷ് ഗോപിയുടെ പോലെയാണ്, പൊട്ടലും ചീറ്റിലും മാത്രമേ ഉള്ളൂ കേൾക്കാൻ. ഇപ്പോഴും രഞ്ജി പണിക്കർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ വിചാരം. അപ്പോൾ എന്തായാലും ഫാമിലി വാഹനമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അവിടെ എസ് മോഡ്, സുരേഷ് ഗോപി മോഡല്ല കേട്ടോ, സ്പോട്ട് മോഡിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആളാകെ മാറുകയും ചെയ്യും. പറന്നു പോകുന്ന എഫക്റ്റും വരും. പിൻഭാഗത്ത് ആൾക്കാരെ പൊട്ടലും ചീറ്റലും കേൾപ്പിച്ച് പേടിപ്പിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, പോർട്ടലും ചീറ്റിലും Make a makeup face mask. Red lipstick. Mix. Now some pink ones. How about purple? Mix. Blue. Green. Mix. Gold. And rose gold. Here's some tan ones. Mix. And here's 2 brown ones. They also have Jolly Rancher flavors. Mix. Next, let's add some lip gloss. Here's a red one and a gold one. There's also cereal flavors: Lucky Charms, Honey Nut Cheerios, Cocoa Puffs, Cookie Crisp, Cinnamon Toast Crunch, and Trix. Next, Flamin' Hot Cheetos palette. I think I got Cheeto fingers now. This one is a Cool Ranch Doritos palette. Not gonna lie, I'm starting to get the munchies. Here's the Cinnamon Toast Crunch one. I'm sorry. Next is the Lilo and Stitch palette. There's Stitch, now let's eliminate him. Here's the Finding Nemo one. There's Nemo and a starfish. Here's a Shrek palette. Wait, why is there no Shrek color? Here's the fancy black palette with a few different colors. Here's a giant one with 40 different colors. Shh, ASMR. This one is in a gold tube.
This one looks like it's 100 years old. This one looks cheap, but it squirts out good. Now this one looks kind of expensive. And this last one is the foundation stick. Does eyelashes count as makeup? I think so. Blush stick. And this brown blush stick. Mix is mix. Make a makeup face mask. Red lipstick. Mix is mix. മക്കളെ, ഈ ബസ് എങ്ങോട്ട് പോണെന്ന് ആ ബോർഡ് നോക്കി ഒന്ന് വായിച്ചു തരുമോ? മക്കളെ, ഇത് പേരൂർക്കട പോണ ബസ്സാണ്. അമ്മമ്മയ്ക്ക് ബോർഡ് വായിക്കാറിനൂടെ ഇത്തിരി നോക്കി പറഞ്ഞു മക്കളെ. ഇതെന്തൊരു പ്രതിമയാ, നിന്റെ ഇതിൽ വെച്ച് അവിടെ കുഴിച്ചു വെച്ചേക്കുന്ന. ഓരോന്ന് കെട്ടും കെട്ടി ഇറങ്ങിക്കോളും. മനുഷ്യ പറ്റില്ലാത്ത എരണം കെട്ടത്. ഡേ, അതെന്തോന്ന് എഴുതിയേക്കണത്? കണ്ണൊന്നും പിടിക്കണില്ല. ഡേ, നിനക്ക് കണ്ണ് കാണായിരുന്നല്ലോ. പാവാ അമ്മമ്മയ്ക്കെത്തി പറഞ്ഞു കൊടുത്തൂടായിരുന്ന. എടേ, എനിക്കിങ്ങനെ എത്തി നോക്കാൻ പറ്റൂല. നടൂലേ ബെൽറ്റ് ഇട്ടേക്കണ്. ഓ അവസ്ഥ. എടാ 27,375 ദിവസം. എടാ വെറും 27,375 ദിവസം. ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് 75 വർഷമാണെന്ന് ഓർത്തു. അതും ഭാഗ്യമുണ്ടെങ്കിൽ അത്രയൊക്കെ ജീവിക്കാം. ഇനി അതിന്റെ ദിവസക്കണക്കെടുത്ത എടാ എന്റെ പൊന്നു മോനെ, വെറും 27,375 ദിവസം മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണം. മനസ്സിലായ എനക്ക്? എടാ തമാശ അതല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കണക്കുകൾ പ്രകാരം, അതായത് ഊടും ഉറക്കവും കൂടും കൂട്ടുകാരും നാടും നാട്ടുകാരും വീടും കുടുംബവും മക്കളും പിള്ളേരും ജോലിയും എല്ലാം കഴിഞ്ഞാൽ കഷ്ടിച്ച് നിനക്കൊരു 5 വർഷം കിട്ടും. ഇനി അതിന്റെ ദിവസക്കണക്ക് ഞാൻ പറയാം. വെറും 1825 ദിവസം. എടാ വെറും 1825 ദിവസോടാ. അതുകൊണ്ട് എന്റെ പൊന്നടാവേ, വെറുതെ മടിയും പിടിച്ച് നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. എന്റെ അളിയ, നിന്റെ ജീവിതത്തിന്റെ പകുതി സമയം, അതായത് ഈ 1300 ചില്ലുവാരം ദിവസത്തിന്റെ പകുതി സമയവും കഴിഞ്ഞിട്ടുണ്ടാവും. ഏതാണ്ട് 600 ദിവസമെങ്കിലും തീർന്നിട്ടുണ്ടാവും അളിയ. അതുകൊണ്ട് ഇപ്പൊ പോയി വല്ലതും ചെയ്താൽ നിനക്ക് കൊള്ളാം. ഈ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ മുങ്ങി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് പോയി വല്ലതും ചെയ്യാൻ നോക്ക്, പോയി ജീവിക്കാൻ നോക്കളിയ. മനസ്സിലായ എനക്ക്? എടാ 27,375. 600 carpet area with master blaster bedroom. 600 carpet area, 600 plus carpet area है with master blaster bedroom. bedroom अंदर है, दिखाता हूँ. ഇത് കാണുന്ന ആരും ആയിക്കോട്ടെ, ഇനി അവർക്ക് പൈസക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരൂല. കാരണം നിങ്ങളൊരു 13 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ആളാണോ? നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടോ? എന്നാ അടിച്ചു കയറി കറക്റ്റ് 1 വീക്കിന്റെ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ നിറച്ചും ഇതുപോലത്തെ 500ന്റെ നോട്ടുകളായിരിക്കും. ഞാൻ പറയുന്നത് ഈ സ്കാം അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ വർക്ക് എന്താന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നമ്മളെ പേജ് മസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക, കമന്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബയോയിലുള്ള വാട്സ്ആപ്പ് ചാനൽ നേരെ കയറിക്കോ. അതിലെല്ലാ ഡീറ്റെയിൽസും വർക്ക് ഡീറ്റെയിൽസും ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അമ്മ, നിങ്ങളുടെ 14 പ്രാവശ്യം പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ എന്റെ റൂമിൽ കയറി ഡ്രസ് വാഷിന് ഇടരുതെന്ന്. പിന്നെ പിന്നെ ചെയ്യുന്നേ. നിന്റെ 32 പല്ല് താഴെ കിടക്കും. അതാണ് മാറ്റം. ഹലോ, ഈ സെറ്റപ്പ് കാണുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ പതിങ്ങിയ ശബ്ദത്തിൽ സംസാരിച്ചതും സംസാരിച്ച് ഉറങ്ങിപ്പോയതും, ഉറങ്ങിപ്പോയിട്ട്
ഹെഡ്സെറ്റ് ചെവിയിൽ കുത്തി വാനിച്ച് എണിച്ചതും ഫോൺ മുഖത്ത് വീണ് മുഖം വാനിച്ചതും ശബ്ദം കേട്ട് വീട്ടില് ആരോടാടി നീ സംസാരിക്കണേ എന്ന് ചോദിച്ചതും വീഡിയോ കോള് ചെയ്യുമ്പോഴുള്ള വെട്ടം പുറത്ത് കണ്ടിട്ട് വീട്ടുകാർ ചോദിച്ചതും റിലേഷൻഷിപ്പ് വീട്ടിൽ പിടിച്ചതും ഫോൺ പിടിച്ചു വെച്ചതും വീട്ടിൽ തടവിലിട്ടതും സത്യം പറയുകയാണെങ്കിൽ ആ ടൈമിൽ ഭയങ്കര ടെററായിരുന്നു. അന്ന് നമ്മൾ കരയുമ്പോ ആലോചിച്ചായിരുന്നോ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഓർത്ത് ചിരിക്കുന്നുണ്ടാവുമെന്ന്. ആ ഡേ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും പാട്ട് പാടി തരുന്നതും കഥ പറഞ്ഞു തരുന്നതും എന്തൊരു പെട്ടെന്ന് നല്ല സമയമൊക്കെ കടന്നുപോയേ. 18 വയസ്സാവാൻ കാത്തിരുന്ന കാലം, ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടിരുന്ന കാലം, ഇപ്പൊ ആ സ്വപ്നങ്ങളൊക്കെ എന്നായി. നിനക്ക് ഞാൻ എനിക്ക് നീ എന്ന് ഊന്നി പറഞ്ഞിരുന്ന കാലം, നമ്മൾ ഹണിമൂൺ എവിടേക്ക് പോകും എന്ന് പ്ലാൻ ചെയ്തിരുന്നൊരു കാലം, നമ്മുടെ കല്യാണം കഴിഞ്ഞ വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്തിരുന്നൊരു കാലം, ഫാമിലി പ്ലാനിങ് ഒക്കെ തകൃതിയായിട്ട് നടന്നിരുന്ന ഒരു കാലം, സംസാരിച്ചുകൊണ്ട് രാവ് പകലും പകലുകൾ രാവുകളും ആക്കിയിരുന്ന ഒരു കാലം. സത്യം പറഞ്ഞ ആ കാലം മിസ് ചെയ്യുന്നില്ലേ? അതൊക്കെ